Welcome back to our YouTube channel. ഓക്കെ, ഇന്ന് നമ്മൾ 2025 ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ 2025? ഇത് മറ്റേ ജ്യോത്സ്യന്മാര് പറയുന്ന ഗുണദോഷ സമ്മിശ്രം അതുപോലെയൊക്കെ ഇരുന്ന് കുറച്ച് നല്ലതും കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് നല്ല കാര്യങ്ങളും കുറച്ച് അലച്ചിലും കുറച്ച് അങ്ങനെ അത് തന്നെ ജ്യോത്സ്യന്മാരുടെ ഭാഷ പറയുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു വർഷമായിരുന്നു 2000. പിന്നെ ഒരുപാട് നല്ല സന്തോഷമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നല്ലൊരു വർഷമായിരുന്നു 2025. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, കുറേ കാര്യങ്ങൾ നെഗറ്റീവ്സും ഉണ്ടായിരുന്നു, പോസിറ്റീവ്സും ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്തുള്ള പോസിറ്റീവ്സ് മാത്രം എടുത്താൽ എനിക്കൊരു നല്ല വർഷം തന്നെയായിരുന്നു. ഓക്കെ, അടുത്ത് ബിഗ്ഗസ്റ്റ് പേഴ്സണൽ അച്ചീവ്മെന്റ് എന്തായിരുന്നു 2025? പേഴ്സണൽ അച്ചീവ്മെന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അച്ചീവ്മെന്റ് ആയിട്ടൊന്നുമില്ല. ഒരു പേഴ്സണൽ ഒരു ഗെയിൻ ആയിട്ട് തോന്നിയത് ഒരു കല്യാണം കഴിച്ചു. ഇങ്ങനെ ഡ്രൈ ആയിട്ടിരുന്നിടത്ത് ഒരു മഴ പെയ്ത പറയില്ല, അതുപോലൊക്കെ. അതൊക്കെ ഗെയിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗെയിൻ ആണെന്ന് പറയാം. അതെ, അത് ഗെയിൻ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രണ്ടുപേരും കുറച്ച് ഡ്രൈ ലൈഫ് ആയിരുന്നു ഈ പറഞ്ഞതുപോലെ. അതിനകത്ത് ഒരു ആശ്വാസം, അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കാനും സന്തോഷിക്കാനും സ്നേഹിക്കാനും ഒക്കെ പറ്റിയ ഒരു ടൈം ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ചത്. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഞങ്ങളുടെ മക്കളും അതേപോലെ തന്നെ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്ന കുറെ മൊമെന്റ്സ് ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റി. തീർച്ചയായിട്ടും. അടുത്ത് 2025 ചെയ്തിട്ടുള്ള വലിയ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ? 2025 മിസ്റ്റേക്ക് ആയിട്ട് അങ്ങനെ ഒരു വലിയ മിസ്റ്റേക്ക് ആയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു വലിയ മിസ്റ്റേക്ക് ആയിട്ടൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തായിട്ടൊന്നും. ഇപ്പൊ 2024 അതിന് കഴിഞ്ഞ മുമ്പത്തെ വർഷം, അതൊക്കെ 2024 കുറച്ച് നമ്മളെ ഹെൽത്തിനെ ഒന്നും അത്ര കെയർ ചെയ്യാതെ അങ്ങനെ പോട്ടെ ഇങ്ങനെ എന്നുള്ള അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു, ഒരു മെന്റാലിറ്റി ആയിരുന്നു. അത് 25 കുറെ വ്യത്യാസം വന്നു. കല്യാണം അതൊക്കെ കഴിഞ്ഞതോടുകൂടി അത് നല്ലപോലെ മാറി. ഹെൽത്ത് കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പൊ കുറച്ച് ഹെൽത്ത് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനും 2025 എനിക്ക് പറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്യുന്നതിൽ കുറച്ച് ബാക്കിലേക്കായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ കുറെ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്ക്. പിന്നെ ഹെൽത്ത്, ഈ പറയുന്ന പോലെ ഹെൽത്ത് ഒന്നും അധികം അങ്ങനെ നോക്കില്ലായിരുന്നു. അപ്പൊ അതൊക്കെ കുറച്ച് ഇങ്ങനെ നമ്മൾ ഒരുമിച്ചപ്പോഴേക്കും അതൊക്കെ ജസ്റ്റ് ഒന്ന് മാറി. നമുക്ക് ഒറ്റയ്ക്ക് പോയി ഭക്ഷണം കഴിക്കുക, വീട്ടിലുണ്ടാക്കി കഴിക്കുക എന്നൊക്കെ പറയുന്നതിനേക്കാളും നമുക്കൊരു പാർട്ട്ണറും കൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് കുക്ക് ചെയ്യുക. മക്കളിപ്പം അവർ കൊച്ചു പിള്ളേരാണ്. അവരിപ്പം നമ്മളെ വന്ന് അത് കുക്ക് ചെയ്യുമ്പോൾ അതുപോലെ ഹെൽപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. അവർ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ കുക്കിങ്. ഇപ്പം എൻ്റെ മക്കളെ കാര്യങ്ങൾ നോക്കാന്നേ ഉള്ളൂ. നമുക്ക് മക്കളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണം. അവർ കർശനമായിട്ട് ഇന്ന പോലെ ചെയ്യണം, ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം, എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണം എന്ന് നമുക്കൊരു അടമൻ്റായിട്ട് അങ്ങനെ ഒരു പിള്ളേരുടെ അടുത്ത് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിള്ളേർ വന്ന് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, അവരെ കൊണ്ട് ചെറിയ 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 കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. ഒരു സന്തോഷമായിട്ട് ചെയ്യാറുമുണ്ട്. പിന്നെ മക്കൾ അതെടുത്തോണ്ട് ഇന്നത് ചെയ്യും അങ്ങനെയൊക്കെ. അല്ലാതെ ഇപ്പം ത്രൂ ഔട്ട് ഇപ്പോൾ ഒരു പാർട്ട്ണർ നിൽക്കുന്ന പോലെ നമുക്ക് മക്കളുടെ കൂടെ അങ്ങനെ നമുക്കില്ലായിരുന്നു. എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. ഒരാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ്, നമ്മുടെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഇന്ന മുട്ടക്കറി ഉണ്ടാക്കാം, മുട്ടക്കറി ഉണ്ടാക്കാം. ചപ്പാത്തി മുട്ടക്കറി, ചപ്പാത്തി ചിക്കൻ കറിയും അങ്ങനെ ഉണ്ടായി. ദോശയും ചമ്മന്തിയും, ദോശയും ചമ്മന്തി.
അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഒരാൾ ദോശ ഉണ്ടാക്കും, ഒരാൾ ചമ്മന്തി ഉണ്ടാക്കും. അതൊക്കെ ഒരു സന്തോഷം. അപ്പം അല്ലാതെ ഇപ്പം എല്ലാം ഷെയർ ചെയ്ത് ചെയ്യണം. ഒരു ഭർത്താവ് ഇത് ചെയ്യുമ്പോൾ ഭാര്യ ഇത് ചെയ്യണം, അല്ലെ ഭാര്യ മാത്രം ചെയ്യണം, അല്ലെ ഭർത്താവ് മാത്രം ചെയ്യണം, അങ്ങനെയല്ല. കുറച്ചൊക്കെ ഒരു, പിന്നെ ഭാര്യ മാത്രം ചെയ്യുന്ന സമയങ്ങൾ വരും, ഭർത്താവ് മാത്രം ചെയ്യുന്ന സമയങ്ങളും വരും. അങ്ങനെ നമ്മള് എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ചെയ്യാറ്. അതുകൊണ്ട് നമുക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിലും മടുപ്പ് തോന്നാറില്ല. അപ്പൊ അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ പ്രോസ് എന്ന് പറയണ പോലെ, അതെ, പ്രോസ് ആൻഡ് കോൺസ്, അതിലൊരു പ്രോ ഷെയറിങ്. കൊച്ചിയവി എപ്പോഴും പറയുന്ന പോലെ ഷെയറിങ് ഈസ് കെയറിങ് എന്ന്. ഷെയറിങ് ഈസ് കെയറിങ്. തീർച്ചയായിട്ടും ഷെയറിങ് ഈസ് കെയറിങ് ആണ് കേട്ടോ. അതെ. ഓക്കെ. എന്ത് ഹാബിറ്റാണ് 2025 നിർത്തിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തോ? അത് ഈ പണ്ട് ആൾക്കാർ പറയുന്ന പോലെയാണ്, നമുക്ക് അടുത്ത വർഷം തൊട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും, ജിമ്മിൽ പോവും, ഓടാൻ പോവും, കുറെ കൂടെ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇനി അടുത്ത വർഷമെങ്കിലും ഇനി എല്ലാം കുറച്ചും കൂടെ ഹെൽത്ത് കുറച്ചും കൂടെ ഒക്കെ നോക്കണം. ഒന്നാമത് ഈ കോവിഡൊക്കെ വന്നത് കൊണ്ട് പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ ഒരു മടിയും ഉണ്ട്. എന്നാലും നമ്മൾ കുറച്ചും കൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു, അതായത് അറ്റ്ലീസ്റ്റ് നടക്കാനെങ്കിലും കുറച്ച് ദൂരം പോവുക, അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട്. അപ്പം അതിന് അടുത്ത വർഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള, അതെ, 2026 നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഒന്നും നടന്നില്ല. ഞാൻ 2025 ഷുഗർ കട്ട് ചെയ്തു. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാര്യം ടീ കോഫി ഒന്നും മധുരം ഇല്ലാതെ കുടിക്കാൻ പറ്റില്ല. ഹേസൽ നട്ടിന്റെ ചോക്ലേറ്റ് മസ്റ്റ് ആയിരുന്നു, എനിക്കത് കഴിക്കാതെ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഒരുവിധം ചേഞ്ച് ചെയ്ത് ഷുഗർ ഫുള്ളി കട്ട് ചെയ്തു. കൊതി വരുമ്പോ ഒരു ചീറ്റ് ഡേ എടുക്കും. ഓക്കെ. അതുപോലെ ഈ വർഷം ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് ഒരു വലിയ മാറ്റം ഉണ്ടായത്? മാറ്റം ഇത് തന്നെ, കല്യാണം കഴിച്ചതാണ് മാറ്റം. ഭയങ്കര ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റമാണ്. എന്തോന്ന് പറയണ്ട, കുറച്ച് ഒരു നല്ല നമ്മൾ കുറച്ചും കൂടെ പല കാര്യങ്ങളും എൻഗേജ്ഡ് ആയി, കുറച്ചും കൂടെ ഓരോ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഇന്നതുപോലെ ചെയ്യണം, ഇന്നത് വേണം. ചുമ്മാ അങ്ങനെ ലൈഫ് വെറുതെ കളഞ്ഞാൽ പോലെ, വെറുതെ ഓരോ ദിവസം ഓരോ ദിവസം നേരം വിളക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, വിശക്കുമ്പോൾ കഴിക്കും, അല്ലാതെ ഇന്ന നേരം കഴിക്കണമെന്നില്ല, വിശക്കുമ്പോൾ കഴിക്കും. പിള്ളേർക്ക് മാത്രമേ കറക്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഇങ്ങനെ വെറുതെ കിടന്നുറങ്ങും, ഓരോന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കും, പിന്നെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് വേറെ മാറി. അങ്ങനെ അതാണ് ഒരു ചേഞ്ച് എന്ന് പറയാനായിട്ടുള്ളത്. അതെ, ചേഞ്ച് അത് തന്നെയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനും നാദു മാത്രം ഉണ്ടായിരുന്ന ഒരിടത്തു നിന്ന് പെട്ടെന്ന് ഒരുപാട് പേരുള്ള ഒരിടത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അത് എനിക്ക് നാദുവിന് പറ്റുമോ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, നാദുവിന് എല്ലാവരെയും മാനേജ് ചെയ്യാൻ പറ്റുമോ, അവൾ എങ്ങനെയായിരിക്കും എല്ലാവരോടും. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് നാദു കംഫർട്ടായിട്ടുള്ള ഒരു കംഫർട്ട് സോണിലേക്ക് എത്തിപ്പെട്ടു. അത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് ചേഞ്ച് ആയി. ഇപ്പൊ ഒരു ഹാപ്പിനെസ് സോണിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, ടച്ച് വുഡ്. ഓക്കെ. അതുപോലെ 2025 എന്തെങ്കിലും ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതിനടുത്തേക്ക് എത്തിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങള് ഒരു, അത് എന്നെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് തുടക്കമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കാനായിട്ട് പറ്റിയത്. ഇപ്പം 25 തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് 26 കംപ്ലീറ്റ് ഇതായി വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ. അതെ. പിന്നെ ഈ റിലേഷൻഷിപ്സിൽ എന്തൊരു വലിയൊരു ബിഗ്ഗസ്റ്റ് ലെസൺ ആണ് പഠിച്ചത് റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യുന്നതിൽ? അത് ഓരോ വർഷവും നമ്മൾ പഠിക്കുകയാണ്. റിലേഷൻഷിപ്പ് ഓരോരുത്തരുമായിട്ടും പുതിയ പുതിയ ആൾക്കാരുമായിട്ട് നമ്മൾ, ചില ആൾക്കാർ നമ്മൾ ആദ്യം ഭയങ്കര നമ്മൾ ഇപ്പൊ പലരും അങ്ങനെയാണ്. നമ്മൾ നേരത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരാളെ പെട്ടെന്ന് കണ്ട് കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് അവരെ പറ്റി ഒരു ഐഡിയ കിട്ടുമായിരുന്നു. ഇവർ ഇങ്ങനത്തെവരാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ ഒന്നേ അവരെ അടുത്തോട്ട് നിർത്തും, അല്ലെങ്കിൽ അവരെ കട്ട് ചെയ്ത് കളയും. ഇതിപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ആൾക്കാർ ഭയങ്കരമായിട്ട് മറ്റേ
പൊതിഞ്ഞ് കവർ ചെയ്തിട്ട് ഇങ്ങനെ പേഴ്സണാലിറ്റി കവർ ചെയ്തിട്ട് വേറൊരു മുഖം അങ്ങനെ നമ്മുടെ ഇത് കാണിച്ചിട്ട് നിൽക്കും. നമ്മൾ കുറെ കഴിയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കുന്നത് നമുക്ക് ഭാരമായിട്ടാണോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ അങ്ങനെ കൂടുതലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാരൊക്കെ കുറവായിരുന്നു. പിന്നെ ഇപ്പൊ എല്ലാവരും നമ്മളെ പോലെ ഇപ്പൊ എല്ലാവരും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ എല്ലാവരും നമ്മളെ അടുത്ത് പെരുമാറിക്കൊള്ളണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതെ, എനിക്കും അതാണ് പറയാനുള്ളത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എക്സ്പെക്ട് ചെയ്യരുത്, എക്സ്പെക്ടേഷനിലാണ് നമ്മുടെ മെയിൻ ഇഷ്യൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. റിലേഷൻഷിപ്പ് നമ്മളിപ്പോ കാണുന്നത് പോലെ ആയിരിക്കില്ല അവർക്ക്. നമ്മൾ അവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കും, അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ആയിരിക്കും. ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര, നമുക്ക് എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ നമുക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റാതെ വരും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ എഫേർട്ട് എടുത്ത് പിടിച്ചു വെക്കുന്ന ഒരു റിലേഷൻഷിപ്പും അത് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് അല്ല. റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, ബന്ധങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ ഗ്രാജുവലി നമ്മുടെ കൂടെ ഉള്ളതാണ്. അച്ഛനെ അമ്മയൊന്നും നമ്മൾ വെറുക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഫാമിലിയിലുള്ള ആളുകളായാലും. നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് അവരെ കീപ്പ് ചെയ്യേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവരുടെ അടുത്ത് ഗുഡ് ബൈ പറയുന്നതായിരിക്കും നല്ലത്. കാര്യം അതുകൊണ്ട് നമുക്ക് വേറെ ഗുണങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഗുഡ് ബൈ പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ചില സത്യങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ മുഖത്ത് നോക്കി പറയുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ റിലേഷൻഷിപ്പ് കുറച്ച് മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതില് വേറൊരു കാര്യമുണ്ട്, ഇതിനിടയ്ക്ക് ഈ അപ്രിയ സത്യങ്ങൾ പറയരുത്. അതെ, അപ്രിയ സത്യങ്ങൾ, ബന്ധങ്ങൾക്കിടയിൽ അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക. അങ്ങനെ പറയാതിരിക്കുന്നുണ്ടോ? അപ്രിയ സത്യങ്ങൾ പറയരുത്. പറയാതിരുന്നാലും അത് ശരിയാണ് കേട്ടോ. ഒരു പരിധി വരെ ആ റിലേഷൻഷിപ്പ് ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അവരൊരു മോശം സിറ്റുവേഷനിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ നമുക്കൊരു സൂചന കൊടുക്കാം. അത് അപ്രിയ സത്യമാണെങ്കിലും നീ പോകുന്നത് തെറ്റായ വഴിയിലേക്കാണ് എന്നൊരു സൂചന വേണേൽ കൊടുക്കാം, എന്റെ അഭിപ്രായം. ഓക്കെ. അതുപോലെ ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ 2025-ല്? അങ്ങനെ നഷ്ടപ്പെട്ടതായിട്ട് ഇല്ല. അങ്ങനെ നഷ്ടപ്പെട്ടില്ല. നഷ്ടങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. ഏട്ടനെ സംബന്ധിച്ച് നഷ്ടങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഉദ്ദേശിച്ചത് ഫ്രണ്ട്സോ ഫാമിലിയിലുള്ള ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതോടുകൂടി, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അപ്രിയ സത്യങ്ങൾ പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ആളുകളൊക്കെ ഉണ്ടാവണമല്ലോ. ഇല്ല, അങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല. പിന്നെ ആകെ ഉള്ളത് ഫാമിലിയാണ്, അവരങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ. എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള ആളുകൾ എന്റെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ട്. അത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് വേണ്ടാതിരുന്ന ആളുകളെല്ലാം എൻ്റെ അടുത്ത് നിന്ന് പോയിട്ടുണ്ട്. പിന്നെ ഈ വർഷം ഏറ്റവും ഹാപ്പി ആയിരുന്ന ഒരു മൊമെന്റ്? അതെ അതെ, താലി കെട്ടിയ നിമിഷം. അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു നിങ്ങൾക്ക്. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും എനിക്കുണ്ടായിരുന്നു, എങ്കിലും ഹാപ്പി ആയിരുന്നു. അതെ, പല കാര്യങ്ങളും നമുക്ക് ഓർമ്മിച്ച് പുറകോട്ട് പെട്ടെന്ന് പോകും, എന്നാലും പെട്ടെന്ന് ഒരു സങ്കടവും ഒരു സന്തോഷവും കൂടെ വരാം. പക്ഷെ സന്തോഷം ഒന്ന് ഓവർകം ചെയ്ത് സങ്കടത്തിനെ കുറിച്ച് ഉണ്ടാക്കാം. അപ്പൊ ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു സമയം തന്നെ ആയിരുന്നു. ഓക്കെ. ഒരു എന്തെങ്കിലും ഇമോഷണൽ സ്ട്രഗിൾസ് ഫീൽ ചെയ്തിട്ടുണ്ടോ 2025-ല്? ഇമോഷണൽ സ്ട്രഗിൾസ് എന്ന് പറയുമ്പോൾ അത് ചെറിയ സോറി, അതിപ്പം ഇമോഷണൽ സ്ട്രഗിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇപ്പം ഓൾവേസ് വിത്ത് അസ് അല്ലേ, അങ്ങനെയല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇമോഷൻ ഇല്ലാതെ, ഒരു ബാഡ് ഇമോഷൻ ഇല്ലാത്ത ഒരു സന്ദർഭമൊന്നും ഒരാഴ്ചയിൽ ഒരിക്കൽ പോലും നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മൾ അലട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരും. മക്കളുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴും അവരുടെ ഓരോ കാര്യങ്ങളും ചിലപ്പം നമ്മൾ പറയുന്ന പോലെ അവരുടെ ചെയ്യാതെ വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ ഇമോഷൻസ്. ഇപ്പൊ പഴയ ആ ഒരു സെറ്റപ്പിലല്ലല്ലോ ഇപ്പോഴും. അതുകൊണ്ട്
പണ്ട് ഇന്ന ആളുണ്ടായിരുന്നെങ്കിൽ അല്ല ഇന്ന പോലെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നുള്ള ഓർമ്മയൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അനു പഠിക്കാൻ മടി കാണിക്കുകയാണെങ്കിൽ അമ്മ അനു പരീക്ഷയായിട്ടും നേരെ ഇരുന്ന് പഠിക്കുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ പിടിച്ചിരുത്തി പഠിപ്പിച്ചുവിടും. അമ്മ ടീച്ചറായിരുന്നു. അപ്പം അമ്മ മക്കളെ എന്ന് പറഞ്ഞിട്ട് അപ്പം അമ്മയ്ക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പിന്നെ സീന ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അടിച്ചുരുട്ടി പാടിപ്പിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് അപ്പം നമ്മൾ കുറെ പറയും. പിന്നെ കൂടുതൽ ഫോഴ്സ് ചെയ്യാനും ഒരു മടിയുണ്ട്. ഇപ്പോൾ കൊച്ചുകുട്ടിയൊന്നുമല്ല, ഇപ്പോൾ വലുതായില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഇതായി ചെറിയ ചെറിയ അതെല്ലാ കുടുംബത്തിലൊക്കെ ഉള്ള പോലൊക്കെ ഉള്ള ഇതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ഇമോഷണൽ ക്രൈസിസിനകത്തൂടെ ഒന്നും പോയില്ല ഈ വർഷം. അതെ, എന്നെ സംബന്ധിച്ചും ഇമോഷണൽ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയാമല്ലോ. ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ എപ്പോഴും നമുക്ക് കുറെ ഇമോഷണൽ സ്ട്രഗിൾസ് നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ വരും. കാര്യം അച്ഛൻ്റെയും അമ്മയുടെയും റോൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ പല തരത്തിലും അതെ നമുക്കൊരു അതെ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതിരിക്കുമ്പോൾ അതെ, ഞാനും അതാണ് ഉദ്ദേശിച്ചത്. പലതരത്തിലും നമുക്കൊരു ഇമോഷണൽ സ്ട്രഗിൾ തന്നെയായിരിക്കും അത്. അപ്പോഴാണ് കൂടുതലും സ്ട്രെസ് ഈറ്റിങ്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മറ്റേ കൗൺസിലിംഗ് ഒക്കെ ചെയ്താണ് അതൊക്കെ ഒന്ന് ഓവർകം ചെയ്തെടുത്തത്. ഓക്കെ. പിന്നെ 2025 നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ 2024-22 അങ്ങനെയുള്ള ഇയർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കുറവായിരുന്നു. പിന്നെ 2024 ജൂലൈ ആ സമയത്താണെന്ന് തോന്നുന്നു നമ്മൾ പരിചയപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് സ്ട്രഗിൾസ് കുറവായിരുന്നു. എന്തെങ്കിലും ഒരു ഹോപ്പ്. അതെ, ഒരു ഹോപ്പ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഒരാശ്വാസം. അതുപോലെ നമ്മുടെ ബെസ്റ്റ് ഡേ ഏതെന്ന് ചോദിച്ചാല് മാരേജ് ഡേ തന്നെയാണ്. 2025 അല്ലെങ്കിൽ നമുക്ക് പല പല ഡേയ്സും ഉണ്ട്. സ്വന്തമായിട്ട് നമ്മുടെ ഇന്നർ സെൽഫിന് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് എന്താ? ബി പോസിറ്റീവ്. അത് തന്നെയാണ്. അതെ, നമുക്ക് ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും നമ്മൾ ചില സമയത്ത് ഒരു ഹോപ്പും ഇല്ല, ഒരു കാര്യമില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ദൂരെ എവിടെ ഒരു കാര്യം കിടപ്പുണ്ട്, നമുക്കത് അപ്പോൾ കാണാൻ പറ്റാത്തതാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എപ്പോഴും ഒരു ഹോപ്പ് വേണം എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്കല്ല എനിക്ക് പറയാൻ പറ്റുന്നത്. നമ്മളൊരു ഹോപ്പ് എപ്പോഴും വേണം. എന്തായാലും നമ്മൾ ചിലപ്പം നമ്മൾ കുറേ ഹോപ്പൊക്കെ നമുക്കിപ്പോൾ നാളെ ഒരു നല്ല കാലം വരും 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 വിചാരിച്ചിട്ട് വരുന്നില്ല. അതുകൊണ്ട് നമ്മളങ്ങ് വിട്ടുകളയരുത്. വരും. അതെ, എനിക്കും അതാണ് പറയാനുള്ളത്. അതായത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റീവ്സ് ഒക്കെ കേൾക്കും, നമ്മളൊക്കെ നെഗറ്റീവ്സ് ഒക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട്. അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നും നമ്മളെ തളർത്തുന്ന രീതിയിലേക്ക് നമ്മൾ പോവാതിരിക്കുക. ഇപ്പൊ ലാസ്റ്റ് എൻ്റെ ലൈഫ് സ്റ്റോറി വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ അമ്മ പറഞ്ഞതാണ്, കുറേ ആളുകൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. ആരുടെ ആളുകളാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിരിക്കും. അപ്പോൾ അവർക്കത് കുറേ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി. അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞത്. പക്ഷെ അത് നമ്മളെ അഫക്റ്റ് ചെയ്യേണ്ട കാര്യമേ അല്ല. നമ്മളത് ക്ലോസ് ചെയ്ത ചാപ്റ്റേഴ്സ് ആണെങ്കിൽ പിന്നെയും പിന്നെയും അത് ഓപ്പൺ ചെയ്യാതിരിക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു മനസമാധാനം കിട്ടും. ടോക്സിക് ആയിട്ടുള്ള എല്ലാത്തിനെയും എടുത്ത് ലൈഫിൽ നിന്ന് കളയുക. എന്നിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കാൻ നോക്കുക. അതാണ് ഈ നമ്മൾ ഒരുപാട് ഈ ഭയങ്കര മാതൃകാ പുരുഷനും പുരുഷത്തിയൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം കാര്യം ചിന്താവുക. അപ്പോഴേ ലൈഫ് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ നന്നായിട്ട്. അല്ലാതെ ഇപ്പം നമ്മളിപ്പം ഗാന്ധിജിയെ പോലെ ഹരിചന്ദ്രനെ പോലെ ഒക്കെ കുറെ കാണിക്കാം, കുറെ പേര് സഹായിക്കാം, അങ്ങനെയൊന്നും വിചാരിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ലൈഫിൽ എന്തെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഒരു നേട്ടം ഉണ്ടാകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് നമുക്ക് പറ്റുന്നവരെ നമ്മൾ സഹായിക്കണ്ടെന്നല്ല, സഹായിക്കണം. നമ്മളെ ലൈഫ് അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് സന്തോഷം തരുന്നത് എന്താണോ നമ്മളത് ചെയ്യണം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത കാര്യങ്ങൾ ആയിരിക്കണം എന്നാണ്. അതെ, ഇപ്പൊ 2025 ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? 25 ഗ്രേറ്റ്ഫുൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ കല്യാണ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ മക്കളും അനിയനും അനിയത്തിയും എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു.
അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, എന്നെക്കാട്ടി സന്തോഷം അവർക്കായിരുന്നു. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അതൊക്കെയാണ് ഒരു എന്തോന്നു ക്വസ്റ്റ്യൻ. ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ എനിക്ക് ഇമോഷണലിലേക്ക് പോയി. അനിയനെയൊക്കെ ഓർക്കുമ്പോ എപ്പോഴും ഇങ്ങനെയാണ്, കുറച്ച് ഇമോഷണൽ ആവും. കാര്യം അവർ അത്രയും പ്രിയപ്പെട്ടതായതുകൊണ്ടാണ്. യെസ്. അപ്പം അതാണ് നമുക്ക് ഈ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് പേരേ ഉള്ളൂ നമുക്ക് ഫാമിലി ആയിട്ട്. അപ്പം അവരെപ്പോഴും നമ്മുടെ നല്ലത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതും അവർ നമ്മുടെ കൂടെ നിൽക്കുകയും ഓരോ കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്, അതൊക്കെ തന്നെയാണ് ഒരു ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു ലക്കും കൂടെയാണ്. ഇത്രയും നല്ലൊരു ഫാമിലിയെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ലക്ക് തന്നെയാണ്. കാര്യം എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മളൊന്നും അല്ലാതിരിക്കുമ്പോൾ നമ്മളെ കുറേ പേരങ്ങ് മറന്നു പോകും. നമ്മൾ ഭയങ്കര സീറോയിൽ നിൽക്കുമ്പോൾ നമ്മളെ കുറേ അധികം ആളുകൾ അങ്ങ് മറന്നു പോകും. എന്നിട്ട് നമ്മുടെ നെഗറ്റീവ്സ് മാത്രമായിരിക്കും അവരെപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യുന്നു, കുടിച്ചോ കഴിച്ചോ എന്നൊന്നും ആയിരിക്കില്ല, അവർ നെഗറ്റീവ്സ് മാത്രമായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്ഥലത്ത് നമുക്ക് അത്രയും നമ്മളെ എന്താ പറയാ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഫുൾ നമ്മളെ അങ്ങ് ക്യാരി ചെയ്യുന്ന ഒരു ബ്രദറോ സിസ്റ്ററോ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ്ഫുൾ കാര്യം തന്നെയാണ്. എന്തുകൊണ്ടോ ഭാഗ്യം കൊണ്ട് എനിക്ക് അമ്മയും ചേച്ചിയും സിസ്റ്ററും ഒക്കെ എൻ്റെ കൂടെ നിന്നു. അതുപോലെ എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെ അച്ഛനും അമ്മയും സിബ്ലിങ്സും ഒക്കെ അങ്ങനെ സപ്പോർട്ട് കൊടുത്താൽ ഒരു പരിധി വരെ ഇവിടെ ഉണ്ടാകുന്ന സൂസൈഡും കാര്യങ്ങളും ഒക്കെ ഈ ഈ ഐ മീൻ ഇങ്ങനെ അനുഭവിക്കുന്ന, ഇങ്ങനെ സെപ്പറേറ്റ് ആവാൻ വേണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് അത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഹെൽപ്പായിരിക്കും. അതെ അതെ, എന്ത് കാര്യവും മക്കൾക്ക് നമ്മളോട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ പിള്ളേരെ വളർത്തിയാൽ നമുക്ക് അതിലൊരു ബുദ്ധിമുട്ടും വരില്ല. ഇപ്പൊ ഏട്ടനെ സംബന്ധിച്ച് ഏട്ടൻ്റെ അനിയനായാലും അനിയത്തി ആയാലും അത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കാം ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് പുള്ളിക്ക് ഇത്രയും നിൽക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ എങ്ങനെ തീരും എന്നുള്ളത് ഭയങ്കര എന്താ പറയാ ആലോചിക്കുമ്പോൾ നമുക്ക് പേടിയായി പോവും. കാര്യം നഷ്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് വലിയ വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതെ, എങ്ങനെ ഏത് രീതിയിലുള്ള നഷ്ടമാണെങ്കിലും നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള കുറച്ച് കുറച്ച് ആളുകളായിരിക്കും അല്ലെ. നമുക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരിടത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അത്രയും നല്ല ആൾക്കാരുണ്ടായത് ബി ഗ്രേറ്റ്ഫുൾ. ദൈവത്തിനോട് നന്ദി. അതുപോലെ നമ്മൾ കുറച്ച് സ്ട്രെങ്ത് ആയിട്ട് നിന്ന 2025 ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് തോന്നിയ എന്തെങ്കിലും ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ തന്നെയാണ് ഈ നമ്മള് ഈ ഒരു ഇപ്പം ഒരു ഓണം ആഘോഷം അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ആഘോഷം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതൊന്നും വേണ്ടായിരുന്നു, ഇതൊക്കെ അമ്മയില്ല അച്ഛനില്ല അവരൊക്കെ മരിച്ചു, ഇപ്പം നമുക്ക് ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും വേണ്ട, നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ട്, നമുക്ക് അതിന് പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു നമുക്ക് വേണ്ട, ഒന്നും താല്പര്യമില്ലാത്തൊരു അങ്ങനെ ഒരു സ്റ്റേജ് ആയിരുന്നു. അങ്ങനെ അതുപോലെ നിന്ന സമയത്തൊക്കെ അതിനാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അങ്ങനെയല്ല നമുക്കിത് അടിച്ചു പൊളിക്കണം, ആഘോഷിക്കണം, നീ ചുമ്മാ നീ ഇങ്ങോട്ട് ഇറങ്ങും, ചുമ്മാ മുറിക്കാതെ കയറി ഇരിക്കാതെ ഇറങ്ങും, വെളിയിൽ ഇറങ്ങുക അങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ പല മൊമെന്റ്സും എൻ്റെ ജീവിതത്തിൽ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ പലതും നടക്കുന്നത് ഇവരുള്ളത് കൊണ്ടാണ്. അപ്പം അതൊക്കെ നമ്മൾ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ട കാര്യങ്ങളില്ല, നമ്മളെ ലൈഫ് ഒന്നേ ഉള്ളൂ, നമ്മൾ ജീവിച്ച് എന്നാണ് നമ്മുടെ മരണം എന്ന് അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നമ്മൾ മറ്റുള്ളവരെ മറക്കണം എന്നല്ല, അവരെ ഓർത്ത് കരഞ്ഞുകൊണ്ട് ജീവിതം നമ്മൾ നശിപ്പിക്കരുത്, അതേ ഉള്ളൂ. അവരെ ഓർമ്മിക്കണം, അവരെ നമ്മൾ ഓർമ്മിക്കണം എന്നല്ല, അവരെ നമ്മൾ മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സന്തോഷങ്ങൾ, നമ്മളെ മക്കള് സന്തോഷമുണ്ട്, അവർ നമ്മൾ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ അവർക്കും വിഷമമായിരിക്കും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ഒരു ബോറായിട്ട് പോകുന്നത് നമ്മളെ തന്നെ കൊല്ലുന്നത് പോലെ, വെറുതെ നമ്മൾ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ പലർക്കും നമ്മൾ
വിഷമിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കണം. അയ്യോ പാവം, അയ്യോ ഭാര്യ മരിച്ച്, അയ്യോ അച്ഛനില്ല, അയ്യോ പാവം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. നമ്മളൊരു നല്ല ഇത് വരുമ്പോൾ അവർക്ക് അത് ഇഷ്ടമല്ല. അപ്പം അവർക്ക് ഇതിനോട് പറ്റിയൊന്നും അവർക്ക് ഒരു ചിന്തയില്ല. നമ്മളെ പറ്റി 100 കുറ്റം പറയാനേ നോക്കുകയുള്ളൂ. അവ അത് വാങ്ങിച്ചു, അവ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ ചുമ്മാ ഈ ഒരു വെറുതെ സിമ്പതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമുക്ക് എന്തിനാണ് വെറുതെ, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ, അർജുനാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഇറങ്ങ്, പുറത്തിറങ്ങ്, നമുക്ക് ആഘോഷിക്കുക, നമുക്ക് എൻജോയ് ചെയ്യുക. ലൈഫ് അത്രയേ ഉള്ളൂ. അതൊക്കെയാണ് ഒരു എന്തെന്ന് പറയേണ്ട ഒരു ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ ലൈഫ് നമ്മൾ അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളാണ്. സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, വിദ്യ പറയുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിക്കൊള്ളണം, എല്ലാവരും ഇങ്ങനെ തന്നെ ഇതാണ് ശരി, ഇങ്ങനെ ആവണമെന്നൊന്നുമല്ല. നമ്മുടെ ഒരു രീതി വെച്ച് നമുക്ക് തോന്നിയത്, നമ്മുടെ രീതിയിൽ ഇത് ഒരു നല്ലതാണ്, ഇതൊരു ശരിയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണം എന്നൊന്നുമല്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണും. അവർക്ക് ഇങ്ങനെ മതിയും തോന്നും. പക്ഷേ ഇതല്ല ശരി. നമുക്ക് പല നഷ്ടങ്ങളുണ്ടായാലും നമ്മൾ അതിൽ നിന്നൊക്കെ കയറി വരണം. അല്ല നമ്മൾ വിഷമിച്ച് അത് കണ്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. വെറുതെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നാണ്. അതെ, നമ്മള് എന്ത് ഒരു ഒബ്സ്റ്റാക്കിൾ ഉണ്ടായാലും നമ്മൾ അത് ഓവർകം ചെയ്യാനായിട്ട് പഠിക്കണം. അത് ഗ്രാജുവലി വരും. നമുക്ക് ഇഷ്യൂസ് വരുമ്പോഴേ നമ്മൾ പറയാറില്ലേ, നമ്മൾ എക്സ്പീരിയൻസ് ആണ് നമ്മളെ കൂടുതൽ ശക്തനാക്കുന്നത്. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നമുക്കൊരു റിയലൈസേഷൻ വരാം. ഇനി അടുത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമ്മൾ പഠിക്കും. നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ ഉണ്ടാകുന്നത് അപ്പോഴാണ്. നമ്മൾ നമ്മുടെ മൈൻഡ് കൊണ്ട് ചിന്തിക്കുന്ന പല കാര്യങ്ങളും നേരത്തെ ചിന്തിച്ചത് ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓരോ എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ്. അപ്പോൾ പ്രോബ്ലംസ് വരും, അതാണ്. നമ്മൾ എല്ലാവരും മനുഷ്യരല്ലേ, ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. അത് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ ലൈഫിൽ എന്ത് പ്രോബ്ലം വന്നാലും സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലവും ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് കടമാണോ പ്രശ്നം, അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ മാക്സിമം ഏൺ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, ഐഡിയാസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ റിലേഷൻഷിപ്പിലാണ് ഇഷ്യൂ ആണ്, ടോക്സിക് ആണെങ്കിൽ എടുത്ത് കളയുക. പിന്നെ അത് ക്യൂർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ അതിന് എഫേർട്ട് എടുക്കണം. ചുമ്മാ ഇങ്ങനെ വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതിനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമുക്ക് കൗൺസിലിംഗ് ആവശ്യമുള്ളിടത്ത് കൗൺസിലിംഗ് കൊടുക്കാം. പിന്നെ അല്ല, നമുക്ക് എപ്പോഴും ഒരു ബന്ധുക്കളെ കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് ഇന്റർഫിയർ ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റണം. പറഞ്ഞു തീർത്തില്ലെങ്കിൽ നിങ്ങൾ അതിനൊരു നല്ല ഒരു മെന്ററാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതെന്ന് പറയുന്നത് നമുക്ക് ഇതുപോലുള്ള കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ കുറച്ച് കൂടുതൽ ഗുണമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ലീഗൽ സപ്പോർട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്താ പറയാ, പ്രോബ്ലംസ് ഭയങ്കര ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവസാനിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ ഏറ്റവും സ്ട്രോങ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. എക്സ്പീരിയൻസ് പുറത്തിറങ്ങുക. അതെ, കുക്കുണ്ണാത്തിരിക്കാതെ പുറത്തിറങ്ങിയിട്ട് കറക്റ്റ് പല കാര്യങ്ങളും ചെയ്യുക. അപ്പോഴാണ് നമുക്കൊരു മൈൻഡ് ഡൈവേർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ പാട്ട് കേൾക്കാൻ പോകാമോ, വേറെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകാം, അമ്പലങ്ങളിലോ പുണ്യസ്ഥലങ്ങളിലൊക്കെ പോകാം. അപ്പോഴൊക്കെ കുറെ യാത്ര ചെയ്യുമ്പോഴൊക്കെ കുറെ ഇങ്ങനെയൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കുറെ മാറും. ഈ പുണ്യസ്ഥലങ്ങളൊന്നും ആവണമെന്നില്ല, നല്ല അടിച്ചു പൊളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, അതിലവിടെ പോവുക. അങ്ങനെയൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ. അല്ലാതെ വീട്ടിൽ തന്നെ കയറി ഇരിക്കുമ്പോൾ എനിക്ക് പറ്റിയതുപോലെ പിന്നെ ഒന്നിനോട് ഒരു താല്പര്യമില്ലാതെ വെറുതെ ലൈഫ് അങ്ങ് നശിച്ച് പോകും. അത് കുറെ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഇതൊന്നുമല്ല, ഇനി അങ്ങോട്ട് മുമ്പോട്ടുണ്ട് കാര്യങ്ങൾ, നമുക്ക് വീണ്ടും പല കാര്യങ്ങളും പറ്റും എന്ന് എനിക്ക് മനസ്സിലായത് ഈ 25. ഇനി മതി എന്ന് ഈ വർഷം തോന്നിയ ഒരു കാര്യം എന്തായിരുന്നു? മതി എന്നത് വേണ്ട, മതി എന്നങ്ങനെ തോന്നിയത് അങ്ങനെ ഈ വെറുതെ ഉള്ള മൂടി ആയിട്ടുള്ള ഇരിക്കുക, അതാണ് അല്ലാതെ നമ്മളിപ്പം എന്തെങ്കിലും പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച്, അതാണ് ഞങ്ങളുടെ വെള്ളയമ്പലത്തുള്ള വീട് മാറിയിട്ട് വേറെ താമസിക്കാനുള്ള പ്രധാന കാരണം തന്നെ അതാണ്. അവിടെ നമുക്ക് പഴയ ഓർമ്മകൾ, ഇവിടെ അച്ഛനും ഞാനും കൂടെ ഇരുന്നതും സീനയും കൂടെ നടന്നു പോയാൽ ഞങ്ങൾ ഓരോ കുക്ക് ചെയ്തതോ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നതോ ഓരോ ഏരിയ കാണുമ്പോൾ നമുക്കത് ഓർമ്മ വരും. അപ്പം അത് കുറേ നമ്മളെ ഇമോഷണലായിട്ട് നമ്മളെ കുറേ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും.
അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് നേട്ടമൊന്നുമില്ല. നമ്മുടെ ആരോഗ്യം പോകുമെന്നുള്ളതല്ലാതെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന മക്കളും ഉണ്ട്. അപ്പം നമ്മളങ്ങനെ ആരോഗ്യം കളഞ്ഞ് ദേവദാസായിട്ട് നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എനിക്ക് ഇപ്പോൾ അതാണ് പറ്റിയത്. വീട് മാറിക്കഴിഞ്ഞപ്പോൾ കുറേ ഒരു ഇത് കിട്ടി. എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കംപ്ലീറ്റ് ആയിട്ട് മറന്ന് ആർക്കും ഉല്ലസിച്ചതൊന്നുമല്ല. അവരെപ്പോഴും നമ്മളെ കൂടെ തന്നെ ആ ഒരു ഇതുണ്ട്. എന്നാലും കുറേയൊക്കെ ഒരു വ്യത്യാസം വരും. നമ്മൾ എൻവയറമെൻറ്റ് മാറുമ്പോൾ കുറേയൊക്കെ വരും. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ സെപ്പറേറ്റ് ഇപ്പോൾ ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വെള്ളാമ്പലം വീട്ടിലുള്ളതുപോലെ അല്ല. അപ്പം അതുകൊണ്ട് എല്ലാം മാറി കഴിഞ്ഞ ഒരു ചേഞ്ച്, ഈ പറയുമല്ലോ ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്. അപ്പം അതുപോലെ ഒരു ചേഞ്ച് അതെ, നമുക്ക് ചേഞ്ച് ലൈഫിൽ ക്യാൻ വേണ്ടത് അതാണ്. ചേഞ്ച് ക്യാൻ മേക്ക് ഡിഫറൻസ്. അതെ, ചേഞ്ച് വേണം. നമുക്കിപ്പോ മക്കള് നമ്മുടെ ഒരു ഇപ്പൊ നാദുവിന്റെ ഏജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കൂടെ നിൽക്കും. ഇപ്പൊ ഏട്ടന്റെ അടുത്തായാലും എന്റെ അടുത്തായാലും നാദു ഇങ്ങനെ കൂടെ ഉണ്ട്. 24 hours വീട്ടിൽ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ പിറകെ ഇങ്ങനെ നടക്കും. കിടക്കാൻ പറഞ്ഞാലും പോയി കിടക്കാൻ പഠിക്കും. കിടക്കൂല. ഞങ്ങള് റൂമിൽ കയറുമ്പോഴേ കിടക്കുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ, നിങ്ങൾ കിടന്നില്ലല്ലോ, ഞാൻ അപ്പൊ കിടക്കാം, 12 മണിയായാലും 1 മണിയായാലും അങ്ങനെ നിൽക്കും. പക്ഷെ ഒരു ഏജ് കഴിയുമ്പോൾ എല്ലാ മക്കളും അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു 13 വയസ്സൊക്കെ കഴിയുമ്പോ ആ പീരീഡില് അതെ അവർ കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അവർക്ക് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കും. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾ അവരുടെ ഇഷ്ടങ്ങളായിക്കൊള്ളണമെന്നില്ല. ഇല്ല. അപ്പോഴാണ് നമ്മൾ കുറെ പേര് ഇങ്ങനെ അവരേ ലോകം എന്ന് പറഞ്ഞിരിക്കുന്ന കുറെ ആളുകൾക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നത് അപ്പോഴായിരിക്കും. ആ സമയമായിരിക്കും ഒറ്റപ്പെടൽ. നമ്മൾ പറയുന്ന ഐഡിയാസ് ഒന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ ഇതെന്ത് ഇവരിങ്ങനെ കാണിക്കണത്, അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പം അവർക്ക് കുറച്ചും കൂടെ അവർക്ക് വേറെ ഇതായിരിക്കും. നമ്മുടെ ആ ജനറേഷൻ ഇപ്പൊ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഉണ്ട്, സത്യത്തിൽ ഉണ്ട് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. നമ്മളെ ചിന്ത അല്ല, അവർ വളർന്ന സാഹചര്യവും കാര്യങ്ങളും എല്ലാം വ്യത്യാസമാണ് ഓരോ ജനറേഷൻ കഴിയുന്നതോറും. ഇപ്പൊ ജെൻസി ആണല്ലോ. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള അത് തെറ്റാണെന്ന് വെച്ചാൽ തെറ്റൊന്നുമല്ല, ശരിയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കുറെ കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയായിരിക്കും. നമ്മളെ ആ ചിന്താഗതി അല്ല അവരുടെ ചിന്താഗതി. അപ്പം ഈ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഇങ്ങനെ ഉടനെ അത് ഭയങ്കരമായിട്ട് നമ്മളൊക്കെ നമ്മുടെ അച്ഛനെ കാണുമ്പോൾ ചാടി അടിയിക്കും. അച്ഛൻ വരുമ്പോഴത്തേക്ക് ഒരു ബഹുമാനം കൊടുക്കും. അച്ഛൻ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വേണോ, എന്തെങ്കിലും വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള അച്ഛൻ പറയുന്നത് കേൾക്കാനായിട്ട് ഇങ്ങനെ അടുത്ത് നിൽക്കും. ഇപ്പൊ നമ്മളെ കാണുമ്പോൾ അച്ഛൻ വന്ന അപ്പൊ എന്നും പറഞ്ഞ തെറ്റൊന്നല്ല. അത് അവർക്ക് സ്നേഹമില്ലാത്തതുകൊണ്ട് അങ്ങനൊന്നും അല്ല. പിന്നെ അവരുടെ ആ ഒരു രീതി എങ്ങനെയാണ്, അവര് ഈ എടാപോടാ ബന്ധത്തിൽ നിന്ന് തുടങ്ങി അച്ഛൻ്റെ അടുത്ത് വരുമ്പോ എടാപോടാന്ന് വിളിക്കുന്നല്ല, ആ അച്ഛ തോളിൽ കൈയിട്ട് അച്ഛ എന്ന് വിളിച്ചു നിൽക്കാനുള്ള ആ ഒരു ഗ്യാപ്പ്, അത് ഗ്യാപ്പ് തന്നെയാണ്. ഞാനൊക്കെ എന്റെ അച്ഛന്റെ മടിയിലൊന്നും കയറി ഇരുന്നിട്ടൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല. ചാടി കയറി വലുതിന് ശേഷമൊക്കെ അവൻ അനിയൻ അർജുൻ അങ്ങനെയാണ്. ഒന്ന് മീശയിലൊക്കെ പിടിച്ച് വലിക്കുകയും ഇങ്ങനെ മീശ വെച്ച് ഇങ്ങനെ വെക്കാൻ പറ്റും. എനിക്കൊരു പേടിയാണ്. ഞാനല്ല ഈ അമ്മ ത്രൂ ആണ്, അമ്മ വഴിയാണല്ല അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ. അച്ഛൻ പണ്ട് ഭയങ്കര ഒരു ടെററായിരുന്നു, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അത് ഒരു മോശമായി അന്ന് എനിക്ക് തോന്നിയിരുന്നു നിങ്ങൾക്ക് എന്തോന്നു വിചാരിക്കുമായിരുന്നു. അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ പപ്പയ്ക്ക് എന്തോന്ന് ഇത് ഒന്നും സമ്മതിക്കില്ലല്ലോ. പക്ഷെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ആ സ്റ്റേജിൽ വരുമ്പോഴാണ് നമ്മൾ എന്തുകൊണ്ടാണ് പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇപ്പോൾ 100 റെസ്ട്രിക്ഷൻസ് വെച്ചത് എന്തിനാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവും. കറക്റ്റ്. ഇപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയെന്ന് പറഞ്ഞിട്ട് ആരും മോശമായിട്ടൊന്നും പോയിട്ടൊന്നും, അത് നല്ലതായിട്ട് വന്നിട്ടേ ഉള്ളൂ. 2025 ഏറ്റവും നന്ദിയുള്ളത് എന്തിനോടാണ്, അല്ലെങ്കിൽ ആരോടാണ്? അയ്യോ, എന്റെ അടുത്താണ്. അയ്യോ, ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ അടുത്താണോ? ഓ, താങ്ക് യു. എന്തിനാണ് നന്ദിയുണ്ടേ ശരിക്കും. ഓ, താങ്ക് യു. അയ്യോ, ബ്ലാങ്കായി. ഓക്കെ. ഓക്കെ, അടുത്ത് 2025 ഏറ്റവും നന്നായി കിട്ടിയ സമ്മാനം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ്, ഗോഡ് തന്ന ഗിഫ്റ്റ് ആണ്
ഇത് എന്ന് തോന്നിയ സന്ദർഭമോ നിമിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും? അത് ഞാൻ തന്നെയാണോ? ഓ താങ്ക് യു, പ്രൈസ് ദി ലോർഡ്. അത് ഞാനാണ് ഗൈസ്, ഗിഫ്റ്റ്. ഓക്കെ, അത് ശരിയാണ്. എനിക്കും നോക്കുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഡ്രൈ ലൈഫിലേക്ക് വന്നൊരു ഗിഫ്റ്റ് തന്നെയാണ്. ഞാൻ ഒരുപാട് വിചാരിച്ചു ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റുമോ, ഞാൻ അവിടെ ചെന്നാൽ. കാര്യം എൻ്റെ ഉള്ളിലൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അത്രയും അനുഭവിച്ചിട്ട് വന്നപ്പോഴേ ആ പുള്ളിയെ പോലെ ആയിരിക്കും ഇനി എല്ലാവരും എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഒരു 8 വർഷം അങ്ങനെ പോയത്. എനിക്ക് ഒന്നിലോട്ടും അങ്ങ് കൈ കൊടുത്ത് ഫുള്ളി കമ്മിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. കാര്യം എന്നെ എപ്പോഴും പുറകോട്ട് വലിച്ചിരുന്നത്, ഓ ഞാൻ ഒരു പ്രാവശ്യം ഇത്രയും അനുഭവിച്ചതാണല്ലോ എൻ്റെ ഉള്ളിലെ സ്കാറ്, എൻ്റെ ദേഹത്തെ സ്കാറ്. അപ്പൊ ഇതെല്ലാം ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ എൻ്റെ സന്തോഷം എന്ന് വിചാരിച്ച് പോകുമ്പോൾ എൻ്റെ കുഞ്ഞിനെ അത് ബാധിക്കുവോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ലൈഫ് എന്നാ പിന്നെ കല്യാണം കഴിച്ചേക്കാം എന്ന് തീരുമാനിക്കുമ്പോഴും എനിക്ക് ആ പേടി ഉണ്ടായിരുന്നു. ഇത് ശരിയാവോ, ഇത് ശരിയായ തീരുമാനമാണോ എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു പാവ മനുഷ്യനാണ് കേട്ടോ. ഇനി അതെനിക്ക് പറയാൻ അറിഞ്ഞൂടാ. വഴക്കൊക്കെ ഉണ്ടാക്കും, എങ്കിലും എന്താ പറയാ, ഒരു പാവ മനുഷ്യനാണ്. ഇപ്പൊ എന്ത് കാര്യത്തിലാണെങ്കിലും, ഇപ്പൊ ഞാൻ രാവിലെ എണീക്കുന്നത് മുതൽ എനിക്ക് ഓഫീസിൽ പോകണം, അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യും. നാദു പട്ടം KV-യിലാണ് പഠിക്കുന്നത്. അപ്പോൾ നാദുവിന് ഉച്ചക്കത്തെ ഷിഫ്റ്റ് ആണ് ഉള്ളത്. അപ്പൊ നാദുവിനെ എവിടെയും പോവാതെ ഇവിടെ ഇരുന്ന് നാദുവിനെ സ്കൂളിൽ വാൻ വരുമ്പോൾ അതിനകത്ത് കയറ്റി വിടും. അപ്പൊ ഞാൻ വിചാരിക്കും ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇത്ര ഇതായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ. പിന്നെ രാവിലെ അനുവിനെ സ്കൂളിൽ വിടുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. അപ്പോൾ അതിനാണെങ്കിലും ഫുൾ സപ്പോർട്ടോട് കൂടി ഇങ്ങനെ അനുവിന്റെ പുറകെ ഇങ്ങനെ നിൽക്കും, മക്കളെ റെഡിയാവും, മക്കളെ റെഡിയാവും, മക്കളെ വണ്ടി വരും, ഇപ്പൊ വണ്ടി വരും, ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ ആലോചിക്കും, എല്ലാ ആണുങ്ങളൊന്നും അങ്ങനെ അല്ലെന്നേ. എല്ലാ ആണുങ്ങളും നമ്മുടെ ആ പാസ്റ്റിലുള്ള മനുഷ്യനെ പോലെയൊന്നും അല്ല. ഇങ്ങനെയുള്ള ആളുകൾ ഈ ലോകത്തുണ്ട്. എല്ലാത്തിനും ടൈം കണ്ടെത്തുന്ന, പിന്നെ എന്താ പറയാ, ഫുൾ സപ്പോർട്ട് നിൽക്കുന്ന, എന്ത് പറഞ്ഞാലും അതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഉണ്ടാവും. അത് കൊള്ളില്ല, അല്ലെങ്കിൽ അത് കുട്ടിക്ക് ചേരില്ല, അല്ലെങ്കിൽ ചെയ്തോ, അതിനെന്താ ഒരു പ്രശ്നമില്ല, ആ ഡ്രസ്സ് ഇട്ടോ എന്നൊക്കെ പറയാനുള്ള ഒരാള് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവം എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണ്. എന്താ പറയാ, തീർന്നു പോയി എന്നിടത്തുനിന്ന് വിചാരിച്ചിരുന്നിടത്ത് ഒറ്റയ്ക്ക് ഒരുമിച്ച് തുടങ്ങാം എന്ന് വിചാരിക്കുമ്പോഴും ഒരു ഒരു ചെറിയ കാര്യം നമ്മളിങ്ങനെ പുറകിലോട്ട് വലിക്കും, അയ്യോ ഇത് ശരിയാവുമോ എന്ന്. പക്ഷെ അത് എൻറ്റയർലി ആ ഒരു കാര്യങ്ങളെല്ലാം തട്ടിമറിച്ചുകൊണ്ട് ഇദ്ദേഹം എൻ്റെ ലൈഫിലേക്ക് വന്നു. ശരിക്കും എൻ്റെ ലൈഫ് ഒരുപാട് ചേഞ്ച് ആയി കേട്ടോ. ഒന്നും അല്ലെങ്കിൽ നേരത്തെയൊക്കെ ആണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, രാത്രി കിടക്കുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പേടി തോന്നുന്ന ഒരു സമയം. ഞാനും അതും ഒറ്റയ്ക്കാണ് ഒരു വീട്ടിലുള്ളത്. അപ്പോൾ ആ പേടി ഇല്ലാതെ ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് അത് ദൈവം ഞങ്ങൾക്ക് തന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പൊ 2025 മൊത്തത്തിൽ പറഞ്ഞ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ തന്നെയാണ്. 2015 പോലെ, 2015-ലാണ് എൻ്റെ നാദുവിനെ, ജൂലൈ മാസത്തിലാണ് എനിക്ക് എൻ്റെ നാദുവിനെ ദൈവം എൻ്റെ കയ്യിലേക്ക് തന്നത്. അതാണ് ഏറ്റവും ഞാൻ എൻ്റെ ലൈഫിൽ പ്രഷ്യസ് മൊമെന്റ് ആയിട്ട് കരുതുന്ന ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ നാദുവിനെ എൻ്റെ കയ്യിൽ കിട്ടിയ ദിവസമാണ്. അത് കഴിഞ്ഞാൽ ഏത് എന്ന് ചോദിച്ചാൽ 2025 മെയ് 25-ന് ഞങ്ങൾ ഒരുമിച്ച നിമിഷമായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ച ഏട്ടൻ്റെ കൂടെ ആണെങ്കിൽ എനിക്ക് ഞാൻ 3 മക്കളുടെ അമ്മയായി, പ്ലസ് എൻ്റെ കൊച്ചു ബേബി, എല്ലാം കൂടി അടങ്ങിയ ഒരു പാക്കേജ്. പിന്നെ എൻ്റെ അനിയൻ അനിയത്തി. അപ്പോൾ ശരിക്കും നമ്മൾ ഭയങ്കര സെക്യൂർ ആയിട്ട് ഒരിടങ്ങളിലേക്ക് എത്തി എന്ന് തോന്നിയ ഒരു സമയം തന്നെയായിരുന്നു 2025 അല്ലേ? ഇനി 2026 എങ്ങനെ ആയിരിക്കണം എന്നാണ് ആഗ്രഹം? അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മളിപ്പോഴും ഒരു കുറച്ച് മുകളിലോട്ട് നോക്കുകയെന്ന് പറയാം, താഴോട്ട് നോക്കാതെ മുകളിലോട്ട് നമുക്ക് കുറച്ചും കൂടെ നല്ല നല്ല ഇത് വരട്ടെ എന്നുള്ളതാണല്ലോ. ഇങ്ങനെയൊക്കെ അങ്ങ് പോവാം എന്ന് വിചാരിക്കുന്നില്ല. ഇതിനെക്കാട്ടി നന്നായിട്ട് പോവുക, കുറച്ചും കൂടെ കാര്യങ്ങൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറേ നേടിയെടുക്കുക, കുറേ കാശുണ്ടാക്കുക. പിന്നെ എന്താ ഇതുപോലെയൊക്കെ സന്തോഷമായിട്ടിരിക്കുക. ആരോഗ്യം വേണം. ആരോഗ്യമാണല്ലോ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത്.
പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് നല്ല രീതിയിൽ കുറച്ചും കൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയി മുമ്പോട്ട് പോവുക, അങ്ങനെയാണ് വിചാരിക്കുന്നത്. കുറച്ച് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇയർ ആവണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആവുമെന്ന് വിചാരിക്കുന്നു. അതെ, അങ്ങനെ ആവട്ടെ. ഞാനും വിചാരിക്കുന്നത് ഈ 2026 കുറച്ചും കൂടി 2025നേക്കാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ പോകുന്ന ലൈഫ് എന്ന് പറഞ്ഞാലും ഹാപ്പിയാണ്. ഹാപ്പി അല്ല എന്നല്ല, രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, മക്കളുടെ കാര്യം നോക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ പുറത്തൊക്കെ പോകുന്നു, എൻജോയ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അതുകൊണ്ട് ബിസിനസ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം. 2026 നല്ല രീതിയിൽ അത് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ അതിന്റെ സ്റ്റെപ്പുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുണ്ട്. പിന്നെ എന്താ പറയാ, കുറച്ചുകൂടി കളർഫുൾ ആവണം എന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒരു വീട് അതൊരു വലിയ സ്വപ്നമായിട്ട് അങ്ങനെ നിൽപ്പുണ്ട്. അത് ചെയ്യണം. ഞങ്ങൾക്കൊരു കുഞ്ഞു വീട് വേണം. പിന്നെ മക്കളുടെ എഡ്യൂക്കേഷൻ, ഇപ്പൊ അനു 9ലാണ്, അടുത്ത വർഷം 10ലാണ്. നമ്മൾ കുറച്ചും കൂടി അലേർട്ട് ആവേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കാനുണ്ട്. പിന്നെ നാദുവിനെ സംബന്ധിച്ച് നാദു അടുത്ത വർഷം 5ാം ക്ലാസ്സിലേക്ക് ആവുകയാണ്. പിന്നെ രണ്ടുപേരുടെയും ഡാൻസ് പ്രോഗ്രാംസ് അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മള് അസുഖം ഇല്ലാതിരിക്കണം. അതെ, നമ്മള് ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലൊന്നും പോകുന്നില്ല. അപ്പൊ കൊച്ചു ബേബി നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കണം. പിന്നെ പറഞ്ഞ പോലെ ഞങ്ങളുടെ സൗഭാഗ്യയും അർജുനും ഒക്കെ ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കണം. ഇതുപോലെ തന്നെ അവരും തുടങ്ങിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. പൂവ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തുടങ്ങി. അതെ, അതും നല്ല രീതിയിൽ. അതെ, വെബ്സൈറ്റ് ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ന്യൂ ഇയറിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. നല്ല ഒന്നാന്തരം ഡിസൈനും നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. അതെ, സൗഭാഗ്യ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകളാണ്. വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഡിസൈൻ ചെയ്തില്ല, നിങ്ങൾ ഇന്ന് കുറച്ച്. അപ്പൊ സൗഭാഗ്യ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര സംഭവമാണെന്നല്ല പറഞ്ഞുകൊണ്ട് വരുന്നത്. നന്നായിട്ടുണ്ട്. അതെ, അതുകൊണ്ട് അതൊക്കെ നോക്കുക, മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുക. അതൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്, അല്ലാതെ ഭയങ്കര ഹൈ എൻഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഞങ്ങളുടെ അനിയത്തി ആയതുകൊണ്ട് ഞങ്ങൾ പറയുന്നതല്ല, നിങ്ങൾക്ക് കയറി നോക്കിയിട്ട് അത് കണ്ട് ബോധ്യപ്പെടുക. പറ്റിയ ഡ്രസ്സും അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ.